ഹലോ, എല്ലാവർക്കും നമ്മുടെ മഹാലക്ഷ്മി സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ മഹാലക്ഷ്മീനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ വാമദേവനും ഉണ്ണിയൊക്കെ ചേർന്നിട്ട് നല്ലൊരു പെട്ടിൻ്റെ പണി ഒരുക്കി വെച്ചൊക്കെയായിരുന്നു. പക്ഷെ ആ കെണിയിൽ വീണത് നമ്മുടെ വാമദേവനാണ്. എന്നിട്ടോ നടു ഒടിഞ്ഞ് ഇനി ജീവിതകാലം മുഴുവനും ഒരു വീൽ ചെയറിൽ കഴിയുന്ന അവസ്ഥ. അവിടെ കിടന്നുകൊണ്ട് ഇനി കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ ഒരവസ്ഥയിൽ വാമദേവൻ പോവുകയാണ്. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മുടെ കണ്ണനും നമ്മുടെ മഹാലക്ഷ്മിയും എങ്ങനെ ഇനി വെട്ടിൽ വീഴ്ത്താം, അവരെങ്ങനെ മഹാലക്ഷ്മീനെ എങ്ങനെ കൊല്ലാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള പല ആസൂത്രണങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വേറൊരു വശത്ത് നമ്മുടെ മഞ്ജു ഈ നമ്മുടെ മേഘനാഥനുമായിട്ടുള്ള ജീവിതം മടുത്ത്. കാര്യം മേഘനാഥനും അവൻ്റെ അമ്മയ്ക്കും ഒക്കെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? ഈ കണ്ണൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് നമ്മുടെ മഞ്ജുവിന് കിട്ടുന്ന സ്വത്തുക്കളൊക്കെ എങ്ങനെ കൈവശപ്പെടുത്തുക. അപ്പോൾ ഒരു ആയുധം പോലെ നമ്മുടെ മഞ്ജുവിനെ കല്യാണം കഴിച്ച് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ മഞ്ജു അവളുടെ ജീവിതം തന്നെ വെറുക്കുകയാണ്. അങ്ങനെയാണ് സാഗറുമായിട്ടൊരു ബന്ധം പുലർത്തി അവൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ദുർഗ ഒരു സ്വപ്നം കാണുകയാണ്. അതായത് നമ്മുടെ കണ്ണൻ 2 കാലുകളും ചലിപ്പിക്കുകയാണ്. അപ്പോൾ സ്വപ്നത്തിലൂടെയാണ് ഇതൊക്കെ കാണുന്നത്. അങ്ങനെ അവർ 2 കാലുകളും ചലിപ്പിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരു സ്വപ്നം. ദുർഗ കാണുന്ന സ്വപ്നങ്ങളൊന്നും ഇതുവരെയും നടക്കാതിരുന്നിട്ടില്ല. അപ്പോൾ ദുർഗ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ദൈവമേ, ഇനി ഞാൻ കണ്ടതുപോലെ സ്വപ്നത്തിൽ വലിച്ചതുപോലെ ഇവനെങ്ങാനും നടക്കുമോ? ദൈവമേ നടക്കല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ദുർഗ ആ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്. പാവം നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും എത്രത്തോളം പരിശ്രമിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികളെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ദുർഗ ഇന്ന് പതിവില്ലാണ്ട് ചായയ്ക്കായിട്ട് കണ്ണൻ്റെ അടുത്തോട്ട് പോകാം. കാര്യം ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ എങ്ങാനും അവൻ നടന്നു കാണുമോ എന്ന ഭയത്തോടു കൂടി ദുർഗ ചായയ്ക്കായിട്ട് റൂമിൽ പോവാണ്. അപ്പോൾ ചെന്ന് ആദ്യം കാണുന്ന സീന് നമ്മുടെ കണ്ണൻ 2 കാലുകളും ബെഡിൽ ഇരുന്ന് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന് നടക്കാൻ പറ്റിയോ? ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്മി വീണ്ടും ദുർഗ നോക്കുകയാണ്. അപ്പോൾ ദുർഗയ്ക്ക് മനസ്സിലായി എന്തായാലും സംഭവം സ്വപ്നം കണ്ടതാണെന്ന്. എന്നിട്ട് കണ്ണനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ട മോനെ, നീ നടക്കുന്നതായിട്ട്, നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ മുമ്പിലൊരു ഡ്രാമയാണ്. കണ്ണനാരാ മോൻ, ഇതൊക്കെ എത്രയോ കണ്ടയ്ക്കണോ, അമ്മേനെ എത്രയോ മനസ്സിലാക്കിയിരിക്കണോ. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ആണോ അമ്മേ? അപ്പോൾ മഹാലക്ഷ്മി കുളിച്ചിട്ട് ഇങ്ങോട്ട് കടന്ന് വരായിരുന്നു. ഇന്നെന്താണ് പതിവില്ലാണ്ട് ചായയൊക്കെ ഒരിക്കൽ? ഓക്കെ, ഇന്നൊരു ദിവസം കൊണ്ടുവന്നതിരിക്കട്ടെ, ഇനി മുതൽ അമ്മ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. നീ വരുന്നതിന് മുന്നേ അവന് ആഹാരവും ചായയും ഒക്കെ ഞാൻ തന്നെയാണ് കൊടുത്തതെന്ന് ദുർഗ വാദിക്കുന്നുണ്ട്. എൻ്റെ ദുർഗ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ മുമ്പിൽ കിടന്ന് മാസം ഡയലോഗ് അടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദുർഗ പോകുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ ചിന്തിക്കുകയാണ്, എന്തിനാവും പതിവില്ലാണ്ട് ഈ ഒരു ഇത്, പുതിയ എന്തെങ്കിലും അടവും പത്രാസും ഒക്കെ ആയിട്ട് വന്നതായിരിക്കും. എന്നിട്ട് മഹാലക്ഷ്മിക്ക് ചായ കൊടുക്കുന്നില്ല, 3 കപ്പ് ചായ ആയിട്ടാണ് വന്നത്. എന്നിട്ട് നിനക്കുള്ള ചായ നീ പോയി എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ദുർഗ ഇറങ്ങി പോകുന്നത്. അത് കഴിഞ്ഞൊക്കെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മേഘനാഥനും മഞ്ജുവിൻ്റെയും കാര്യങ്ങളാണ്. എന്തായാലും മേഘനാഥന് നല്ല രീതിയിൽ മഞ്ജുവിനെ സംശയം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് മേഘനാഥൻ ഈ മഞ്ജുവിനെ ബൈക്കിൽ വെച്ച് കണ്ട സ്ഥലത്തുള്ള കടയിൽ ചെന്ന് CC ക്യാമറ ചെക്ക് ചെയ്യാണ്. ആ ചെക്ക് ചെയ്തതിലൂടെ അത് മഞ്ജു ആണ് എന്നുള്ളത് മേഘനാഥന് വളരെ വ്യക്തമായി. അങ്ങനെ മേഘനാഥൻ ആ വ്യക്തി ആളാരാണെന്ന് കാണാൻ പറ്റില്ല. കാരണം ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് മേഘനാഥന് പിടുത്തം കിട്ടുന്നില്ല. പക്ഷേ ബൈക്ക് നമ്പർ നോട്ട് ചെയ്തിട്ട് അത് ആരുടെയാണെന്ന് മേഘനാഥൻ അന്വേഷിക്കാനായിട്ട് പോകുന്നതും അത് കഴിഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ ഈ തൊട്ട് മുന്നേ തന്നെ ബൈക്ക് ഇങ്ങനെ പോകണം, ആ നമ്പറിലെ ബൈക്ക്. അങ്ങനെ ഫോളോ ചെയ്ത് മേഘനാഥൻ പോയി ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ അതിനകത്ത് അതിലിരുന്ന് ബൈക്കിരുന്ന് ഓടിക്കുന്നത് നമ്മുടെ മാർക്കോയാണ്. മേഘനൊന്ന് ഞെട്ടിത്തെറിക്കുകയാണ്. മാർക്കയോ? യവൻ്റെ പുറകെയാണോ എവിടെ ഇരുന്ന് പോയത്? യവനുമായിട്ട് എന്ത് ബന്ധമാണ് മഞ്ജുവിനെന്നൊക്കെ ഓർത്ത് മാർക്കോ ഞെട്ടുകയാണ്. കാര്യം മാർക്കയോട് പോയി ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മേഘനൊരു ഭയം. കാരണം ഇതിനു മുന്നേ ഒരു പെണ്ണ് കേസിൽ പെടുത്തി മേഘനാഥനെ ജയിലിലൊക്കെ നമ്മുടെ മാർക്കോയെ മേഘനാഥൻ ജയിലിലൊക്കെ ഇട്ടതാണല്ലോ. അതുകൊണ്ട് മേഘൻ ഒരു പേടി മാർക്കോയുടെ മുമ്പിൽ പോയി ഇതൊക്കെ ചോദിക്കാനായിട്ട്. എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നമ്മുടെ മേഘം വീട്ടിലെത്തിയിട്ട് നമ്മുടെ മഞ്ജുവിനെ അങ്ങോട്ട് എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണേ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് മഞ്ജു പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നാലും മഞ്ജുവിന് ഒരു കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത്. തെളിവോട് കൂടിയാടി ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്ത് തെളിവാ? അതൊക്കെ നീ മാർക്കോയുടെ കൂടെ ലേഡി ബൈക്കിൽ കറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ മഞ്ജു ഞെട്ടുകയാണ്. മാർക്കയോ? അപ്പോൾ എനിക്ക് ഒരു കാര്യം വ്യക്തമായി,
മേഘനെ ആളാരാണെന്ന് വ്യക്തമായിട്ടില്ല. ഞാൻ സാഗറുമായിട്ടാണ് ബൈക്കിൽ പോയതെന്നുള്ളത് മേഘന് വ്യക്തമായിട്ടില്ല. അതൊരു സമാധാനമുണ്ട്. എന്നിട്ട് അവൾ മേഘനാഥൻ്റെ കൂടെ ഫയർ ചെയ്ത് നിൽക്കുകയാണ്. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പുറത്ത് പോയി നിൽക്കുമ്പോൾ നമ്മുടെ മഞ്ജുവിൻ്റെ ഫോണിൽ ഒരു കോള് വരെയാണ്. അപ്പോൾ ആ കോൾ മേഘൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇവൾ സൈലൻ്റ് ആക്കി വെച്ചിട്ട് മഞ്ജു പുറത്ത് പോയിട്ട് പതിയെ സംസാരിക്കുന്നുണ്ട്. അപ്പം മേഘനാഥന് മനസ്സിലായി ഇത് മറ്റാരോ ആണെന്ന്, അവനായിരിക്കും, മാർക്കോ ആയിരിക്കും. അങ്ങനെ പോയി ശ്രദ്ധിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇവിടെ പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ ഇറങ്ങി വരും, അപ്പോൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇവൾ എന്തായാലും അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവൾ ഫോൺ വെച്ച് കഴിഞ്ഞ് അകത്തോട്ട് പറഞ്ഞത് മേഘൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണെന്ന് നമ്മുടെ മഞ്ജുവിന് മനസ്സിലായി. അങ്ങനെ മേഘനും മഞ്ജുവും തമ്മിൽ അവിടെ വഴക്കുണ്ടാവുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, പലരും വിളിക്കും, ഏത് ഫ്രണ്ടാടി അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് മേഘൻ ആ ഫോൺ ഇങ്ങനെ പറിക്കുകയാണ് മഞ്ജുവിൻ്റെന്ന്. എൻ്റെ ആ ഫോൺ എടുത്തിട്ട് നോക്കുമ്പോൾ ഇതാരടി സരസ്വതി, അപ്പോൾ പറയാം എൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയും. ആണോ എന്ന് ഞാൻ വിളിച്ചു നോക്കട്ടെ നിൻ്റെ ആ പെറ്റി ഫ്രണ്ടിനെ എന്ന് വിളിച്ച് നോക്കുമ്പോൾ എടുക്കുന്ന ആരാ? സാഗർ. കാര്യം തൊട്ട് മുന്നേ വിളിച്ചിരിക്കുന്ന സാഗറാണല്ലോ, അതാരാണെന്നുള്ള ചെക്ക് ചെയ്യണേ. അപ്പം തന്നെ കോളം കട്ട്, നീ ആരാടെന്ന് നമ്മുടെ മേഘം ചോദിക്കണതും സാഗർ കോളം കട്ട് ചെയ്യാണ്. എന്തോ പുലിവാലായെന്ന് സാഗറിന് മനസ്സിലായി. അപ്പോഴേക്കും മഞ്ജു അവിടെ നിന്ന് വിയർത്തൊലിക്കുകയാണ്. കാരണം ഇനി എന്ത് സംഭവിക്കും. അവസാനം മേഘൻ അവളെ കൂടെ ഫയർ ചെയ്യാണ്. ഇതാണോടി നിൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഫ്രണ്ട്, ഇതവനല്ലേടി മാർക്കോ എന്ന് പറഞ്ഞിട്ട്. അല്ല അല്ല അല്ല. എന്നിട്ട് വീണ്ടും തർക്കിച്ചപ്പോൾ മേഘന് ദേഷ്യം വന്നിട്ട് അവളുടെ ഫോൺ ഒരൊറ്റ ഏറെറിഞ്ഞ് പൊട്ടിക്കുക. എന്നിട്ട് അവളെ കഴുത്തേൽ ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് ചോദിക്കുകയാണ്, നീ വീണ്ടും കള്ളം പറയുന്നോടി എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് പിന്നെ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ വാമദേവൻ എന്തായാലും ഹോസ്പിറ്റലിലാണല്ലോ. ഈ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇനി ബില്ലിങ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇത്രയും നാളും വാമദേവൻ കൊണ്ടുവന്നതാണല്ലോ നമ്മളെല്ലാവരും കഴിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ബില്ലിങ് കാര്യങ്ങളൊക്കെ കണ്ണനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആട്ടി ഇറക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, നമുക്ക് പ്രതാപനെ ഒന്ന് വിളിച്ച് നോക്കിയാലോ? വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അമ്മ പറയുന്നുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ ബില്ലിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു തീരുമാനവും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ സ്വാതി കടന്നു വരുന്നത്. നിങ്ങളത് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട, ഞാൻ എന്തായാലും ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മാർക്കോ മേഘനാഥൻ ചോദിക്കുകയാണ്, നീ പോയി ചോദിക്കാനാണോ? അവൻ നിന്നെ ആട്ടി വെളിയിലിറക്കും. അത് നിങ്ങൾ ചെയ്ത പോലെ അല്ലല്ലോ, എനിക്കറിയാം അതിൻ്റെ ട്രിക്ക് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനെന്ന് സ്വാതി പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് സ്വാതി നേരെ കമ്പനിയിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ കണ്ണനെ കാണുകയാണ്. കണ്ണനെ കണ്ടിട്ട് സ്വാതി പറയാണ്, കണ്ണേട്ട ഇന്ന് ഞാൻ ഇരിക്കേണ്ട സ്ഥാനത്താണ് ഇന്ന് മഹാലക്ഷ്മി ഇരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ എൻ്റെ മനസ്സിൽ നിങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്തോ കാരണങ്ങളാൽ എനിക്കത് ഇതാക്കാൻ, അതായത് നിങ്ങളെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ ആ ഒരു സ്നേഹവും പ്രണയവും ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ കണ്ണൻ ചിരിച്ചുകൊണ്ട് പറയും, നിൻ്റെ ഏട്ടൻ വന്ന് ഈ നാടകം കുറേ കളിച്ചതാണ്, നിൻ്റെ അച്ഛൻ കളിച്ചിപ്പോൾ കിടപ്പിലായി, ഇനി അടുത്ത പുതിയ നമ്പറുമായിട്ടാണോ നീ വന്നിരിക്കുന്നത്? ഞാൻ അതിനൊന്നും അല്ല വന്നത്. കണ്ണേട്ടൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു ജോലി വേണം. ജോലിയൊന്നും നിനക്കിവിടെ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ നിൻ്റെ ചേട്ടൻ ഇവിടെ ജോലി ചെയ്ത് 8ൻ്റെ പണി മേടിച്ചുകൊണ്ടാണ് പോയിക്കുന്നത്. നിൻ്റെ അച്ഛൻ്റെ അവസ്ഥയും കണ്ടല്ലോ. അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ല, മഹാലക്ഷ്മിയാണ്. എൻ്റെ സ്വത്തുക്കളുടെ എല്ലാ ഇതും ഞാൻ മഹാലക്ഷ്മിയുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കമ്പനി കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് മഹാലക്ഷ്മിയാണ്. അതുകൊണ്ട് നീ വേണമെങ്കിൽ പോയി മഹാലക്ഷ്മിയെ കണ്ടോളൂ എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആരെയും കാണേണ്ട ആവശ്യമില്ല, എനിക്ക് കണ്ണേട്ടൻ്റെ കമ്പനിയിലാണ് ജോലി വേണ്ടത്. അതാ ഞാൻ പറഞ്ഞത് മഹാലക്ഷ്മിയെ പോയി കണ്ടോളാൻ. അങ്ങനെ മഹാലക്ഷ്മി ആ സമയത്ത് അവിടെ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മിയുമായിട്ട് വാദിക്കുകയാണ്. നീ ഇരിക്കേണ്ട സ്ഥാനത്താണ്, സ്വാതി പറയുകയാണ്, നീ ഇരിക്കേണ്ട സ്ഥാനത്താണ് ഞാൻ ഇരിക്കുന്നതെന്നും. എന്നിട്ട് മഹാലക്ഷ്മി പറയണം, ആണോ? അപ്പോൾ ഇതിന് മുന്നേ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ നീ വന്നിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ, പിന്നെ എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തിനാണ് ഇവിടെ വന്നത്? അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ കണ്ണനും പറയുന്നുണ്ട്, ഇവളൊരു ജോലിയായിട്ടാണ് വന്നത്. അപ്പോൾ മഹാലക്ഷ്മി ചിരിച്ചുകൊണ്ട് കണ്ണൻ്റെ മൂത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ നമുക്ക് ഇവൾക്കൊരു ജോലി കൊടുത്താലോ? നമുക്ക് റിസപ്ഷനിൽ ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട്. അപ്പോൾ തന്നെ സ്വാതിക്ക് അങ്ങോട്ട് ദേഷ്യം പറയണം. അവൾ അതിൽ നിന്ന് വലിയ പൊസിഷനും ആലോചിച്ചുകൊണ്ടല്ലേ വന്നത്. നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? നിന്നെ കളിയാക്കിയതിന്
തരാം, നിനക്ക് വേണമെങ്കിൽ ആ ജോലി എടുത്തോളൂ. അങ്ങനെ ആ ഒന്നും രണ്ടും പറഞ്ഞ് സ്വാതി അവിടെ കിടന്ന് ഫയർ ചെയ്യണം അവരുടെ അടുത്ത്, രണ്ടുപേരെടുത്തോ. ഇവിടെ കിടന്ന് ഒച്ചയെടുക്കാൻ പറ്റില്ല, ഇവിടെ കിടന്ന് ഒച്ചയെടുക്കണമെങ്കിൽ നിന്നെ പിടിച്ച് പുറത്താക്കും, സെക്യൂരിറ്റി വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് അവളെ നല്ലപോലെ ഇൻസൾട്ട് ചെയ്യണം. അതായത് സ്വാതി പല തന്ത്രങ്ങളും മെനയാൻ വേണ്ടിയിട്ടാണ് ഈ ജോലിയുടെ പേരും പറഞ്ഞ് അവിടെ ചെന്നത്. പക്ഷേ മഹാലക്ഷ്മിയുടെ കണ്ണൻ്റെ മുമ്പിലൊന്നും അത് വില പോയിട്ടില്ല. അങ്ങനെ സ്വാതി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട്, അടുത്ത പുതിയ എന്തോ ഒരു തന്ത്രപ്പാടുമായിട്ടാണ് ഈ വന്നയ്ക്കുന്നതെന്നും ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് ഉദ്ദേശമെന്നും നമുക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാർക്കോ നമ്മുടെ പ്രതാപനെയും നമ്മുടെ മേഘനാഥനെയും വിളിച്ചു വരുത്തുന്നുണ്ട്. കാര്യം വിളിച്ചു വരുത്തുന്ന വേറൊന്നും കൊണ്ടല്ല, അവരുടെ ഈ മേഘനാഥൻ ആദ്യം അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ പ്രതാപൻ്റെ മകനാണ് മാർക്കോ എന്നുള്ളത്. എന്നിട്ട് മാർക്കോ പറയുന്നുണ്ട്, താൻ എൻ്റെ അമ്മയോ എന്നെയോ ഇനി ഉപദ്രവിക്കാൻ താൻ വന്ന, താൻ ഇനി ഇതിൻ്റെ അപ്പുറം താൻ അറിയുമെന്നൊക്കെ പറഞ്ഞ് പ്രതാപനെ വാണിംഗ് ചെയ്യുകയാണ്. താൻ എൻ്റെ അച്ഛനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഇനി മേലാൽ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് താൻ വരെയോ, താൻ പല കേസുകളും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ ഇനി ഓർക്കുന്നില്ല, ഇനി എന്തിനെങ്കിലും താൻ വന്നാൽ തന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് മാർക്കോ പോവാണ്. അപ്പോഴാണ് നമ്മുടെ മേഘൻ അറിയുന്നത് ഈ പ്രതാപൻ്റെ മകനാണ് ഈ മാർക്കോ എന്നുള്ളത്. അപ്പോൾ ഇതിനു മുന്നേ അങ്കിളിന് മനസ്സിലായില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു, അവൻ കുഞ്ഞിലേ അല്ലേ ഞാൻ കണ്ടയ്ക്കുന്നതെന്ന് പ്രതാപൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രതാപൻ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ മോഹിനി കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് താൻ ഇത്രയും നാൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് മതിയായ ഒച്ചയും ബഹളവും പ്രതാപൻ്റെ നേരെ കാണിക്കുന്നത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. കാര്യം എന്താണ്, മുത്തശ്ശിക്ക് ഈ കഥയൊക്കെ ഇതിനു മുന്നേ തന്നെ അറിയാമായിരുന്നു. അങ്ങനെ നമ്മുടെ മോഹിനിയും പ്രതാപനും അവിടെ മതിയായ ഒച്ചപ്പെടണം. അപ്പോൾ ഇതൊക്കെ കേട്ട് കരുണ വരുന്നുണ്ട്. ആ നിമിഷത്തിലാണ് കരുണയും ഈ സത്യങ്ങളൊക്കെ അച്ഛൻ്റെ പഴയകാല ബന്ധങ്ങളും മറ്റുമൊക്കെ അറിഞ്ഞ് പോകുന്നത്. മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നും നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ഇവർക്കെതിരെ പുതിയ വജ്രായുധങ്ങൾ ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കണ്ട് തന്നെ അറിയാം. അപ്പോൾ എൻ്റെ പ്രൊമോ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പ്രൊമോ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.